മുണ്ടത്തിക്കോട് കൃഷ്ണരാജ ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ 2023-24 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. 2023-25 കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രസമിതി അംഗങ്ങൾ 19/3/2023 വികാരി അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുതിരിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. കൺവീനർ ജോയ് സിവിയുടെ നേതൃത്വത്തിൽ പുതിയ കേന്ദ്രസമിതി നിലവിൽ വന്നു. യോഗത്തിൽ പ്രതിനിധി യോഗ തീരുമാനങ്ങളായ യൂണിറ്റ് കുർബാനയും ക്രിസ്തുരാജ്യ സഹായനിധിയും ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇടവക ജനത്തെ ആത്മീയമായി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഭവനവെഞ്ചരിപ്പും ആഘോഷമായ യൂണിറ്റ് കുർബാനകളും ഇടവക ജനത്തിന് പുത്തൻ അനുഭവമായി. ക്രിസ്തുരാജ സഹായനിധിയിലേക്കുള്ള ധനസമാഹരണാർത്ഥം യൂണിറ്റുകളിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് 2023 മെയ് 28 ഒരു ലേല ഞായർ സംഘടിപ്പിക്കുകയും ഉദാരമതികളായ ഇടവകക്കാരിൽ നിന്ന് എല്ലാ മാസവും 300 രൂപ 500 രൂപ നിരക്കിൽ കേന്ദ്രസമിതി സംഭാവന സ്വീകരിക്കുകയും യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ചെപ്പ് പിരിവിൻ്റെ 50% തുക ഉൾപ്പെടുത്തിയും ഇടവകയിലെ പാവപ്പെട്ടവർക്ക് അടിയന്തര ചികിത്സാ സഹായങ്ങളും മരുന്ന് വാങ്ങിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നു. 29/9/2003 ചേർന്ന കേന്ദ്രസമിതി ജനറൽ ബോഡി യോഗത്തിൽ ഡിസംബർ 1 മുതൽ 10 വരെ ഇടവകയിൽ ഹോം മിഷൻ ധ്യാനം നടത്തുന്നതിന് സിസ്റ്റേഴ്സിനെ സഹായിക്കുന്നതിന് റോബർട്ട് KP കൺവീനറായി ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും എല്ലാ യൂണിറ്റുകളിലും ഹോം മിഷൻ ഭംഗിയായി നടത്തുകയും ചെയ്തു. കേന്ദ്രസമിതി അംഗങ്ങൾ 2023 അതിരൂപത ഫൊറോന കുടുംബ കൂട്ടായ്മ നടത്തുന്ന മത്സരങ്ങളിൽ ഗ്രൂപ്പ് സോങ്, റംബാൻ പാട്ട്, നിമിഷപ്രസംഗം എന്നിവയിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കി. 2023 ഇടവകയുടെ ഓണാഘോഷത്തിന് പുരുഷ വനിതാ വടംവലി മത്സരങ്ങൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എല്ലാ വർഷവും SSLC, CBSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന ഇടവകയിലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. ഇടവകയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ പതാക ദിനമായി ആചരിക്കുകയും മിഠായി വിതരണം നടത്തുകയും ചെയ്യുന്നു. 2023 നിലവിലെ ക്രിസ്തുരാജ യൂണിറ്റ് വിഭജനം നടത്തുകയും ക്രിസ്തുരാജ, ഇൻഫന്റ് ജീസസ്, സെൻറ്റ് ജോസഫ് എന്നീ യൂണിറ്റുകൾക്ക് അതിർത്തി നിർണയം നടത്തുകയും ചെയ്തു. സെൻറ്റ് പീറ്റർ യൂണിറ്റ് വിപുലീകരിക്കുകയും സെൻറ്റ് പീറ്റർ തിരുക്കുടുംബം എന്നീ യൂണിറ്റുകളുടെ അതിർത്തി പുനർനിർണയം നടത്തുകയും ചെയ്തു. 2024 സെൻറ്റ് മേരീസ് യൂണിറ്റ് 2 വിഭജിച്ച് നിലവിൽ ഇടവകയിൽ 14 കുടുംബ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നു. എല്ലാ കേന്ദ്രസമിതി അംഗങ്ങളുടെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനത്താൽ ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലേക്കും കത്തോലിക്ക സഭ മാസികയും കലണ്ടറും വിതരണം നടത്തി വരുന്നു. ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്ന മണിപ്പൂരിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൊതുയോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചും പരിസ്ഥിതി ദിനത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും മദ്യവിരുദ്ധ സമിതിക്ക് പിന്തുണ കൊടുത്തും പൊതുസമൂഹത്തെ സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് ഉണർത്താൻ കേന്ദ്രസമിതിക്കായി. നമ്മുടെ ഇടവകയിലെ എല്ലാ ആഘോഷ പരിപാടികളിലും കമ്മിറ്റികളിലും നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളിലും കേന്ദ്രസമിതി അംഗങ്ങൾ ആത്മാർത്ഥമായ സേവനം കാഴ്ചവെക്കുന്നു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മുണ്ടത്തിക്കോട് ഇടവകയുടെ ഇടവക ദിനത്തിന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് ഈ സദസ്സിന് സമർപ്പിക്കുന്നു. ഇന്ന് സെക്രട്ടറി ജെയ്സൺ KJ.